ഹലോ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഓവനും ബീറ്ററൊന്നും ഇല്ലാതെ കുക്കറൊന്നും ഉപയോഗിക്കാതെ വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ചക്ക കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ക്യാരറ്റ് അതുപോലെ തന്നെ ഈന്തപ്പഴം കേക്കൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു കേക്കാണിത്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യൽ ഫ്രീ ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു അരിപ്പയിലോട്ട് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ളു ഉപ്പ്, 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചത്, 1/4 ടീസ്പൂൺ ജാതിക്കാപ്പൊടി. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ഈ ജാതിക്കാപ്പൊടിയും പട്ടാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ അതുപോലെ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു 3 തവണ അരിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് കേക്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു മിക്സഡ് ജാറിലോട്ട് 1/2 കപ്പ് പഞ്ചസാരയും 3 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. എന്നിട്ട് അത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഗ്രാമ്പു സ്കിപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ, ബാക്കിയുള്ളത് നമ്മൾ ചേർത്തില്ലെങ്കിലും. ഇനി ഞാനിവിടെ 1 കപ്പ് ചക്ക വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ഒരു 18-20 ചുളയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് 1 കപ്പോളം നല്ലൊരു പേസ്റ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കാരമലൈസ് ചെയ്തെടുക്കണം. ഇതിലോട്ട് വെള്ളമൊന്നും ഇപ്പോൾ ചേർക്കണ്ട. നമുക്ക് നന്നായിട്ട് ഉരുകി വന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഉരുക്കിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് കളർ മാറണം കേട്ടോ. അതും ലോ ഫ്ലെയിമിലിട്ടിട്ട്, ഫ്ലെയിം കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കേക്കിന് ആ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഈ ഒരു കളർ ആവുമ്പോൾ നമുക്ക് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലോട്ടൊക്കെ തെറിക്കാതെ ശ്രദ്ധിച്ച് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അതിനുശേഷം ഈ വെള്ളവും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ആകും. അതുവരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിത് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ടോ തണുക്കാനായിട്ട് മാറ്റാം. ഇനി ഒരു മിക്സഡ് ജാറിലോട്ട് 2 മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 1/4 സ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് ആ ഒരു ചക്കയുടെ ടേസ്റ്റ് മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ അത് നമ്മൾ വാനില എസൻസ് ഒഴിവാക്കാം കേട്ടോ. വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നല്ലൊരു സ്പീഡിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് ഞാൻ ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും അടിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മളിതിലോട്ട് ചേർക്കണം, നമ്മൾ പൊടിച്ച് വെച്ച ആ പഞ്ചസാര നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഷുഗറും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് നന്നായിട്ട് സ്പീഡിൽ അടിച്ചെടുക്കണ്ട. ഒന്ന് നിർത്തി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്യുന്നതും പഞ്ചസാര ചേർത്തേക്കുന്നതും ഒക്കെ എന്താ പറയുക, നോർമൽ അത്യാവശ്യം മധുരം ഉണ്ടാവും. ഇതിൽ കൂടുതൽ പഞ്ചസാര ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ഞാൻ ഇവിടെ നട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും ചേർക്കാം, നട്ട്സും ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്നട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കേക്കിൻ്റെ ബാറ്ററിൽ ചേർക്കുന്ന സമയത്ത് താഴോട്ട് പോകാതെ എല്ലായിടത്തും മിക്സ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു മുട്ടയുടെ മിക്സ് തയ്യാറാക്കിയത് നമുക്കൊരു ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചക്കയുടെ പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുള്ളതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മുട്ടയുടെ മിക്സ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾ മൈദ എടുത്ത് വെച്ചിട്ടുള്ളത് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് നമ്മൾ എന്താ പറയുക കലക്കിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. സാവകാശം പയ്യെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സൊക്കെ എടുത്ത് വെച്ചേക്കുന്നതും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കേക്ക് ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അടികട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഞാൻ ഇവിടെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഓയിൽ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മുട്ടി കൊടുക്കണം. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഒന്ന് പോകാനായിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും ഒക്കെ വിതറി കൊടുക്കാം. അതെന്തൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ.
അതിനുശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ അടി കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം എടുക്കാം. ഞാൻ ഇവിടെ സാധാരണ നമ്മൾ ചെരുവ ഉണ്ടല്ലോ, അലൂമിനിയത്തിൻ്റെ ചെരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റോളം അത് ചുമ്മാ ഒന്ന് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കൊരു ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ഈ കേക്കിൻ്റെ ബാറ്ററും കൂടെയും വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ വയ്ക്കണ സമയത്ത് ശ്രദ്ധിക്കണം, കാരണം ഇങ്ങനെ ചൂടായിരിക്കുമായിരിക്കും ചെരുവൊക്കെ. അപ്പോൾ സൂക്ഷിച്ചിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് മുതൽ 40 മിനിറ്റ് വരെ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം അനുസരിച്ചിട്ടാണ് ഈ ഒരു ബേക്കിംഗ് ടൈം നിശ്ചയിക്കുന്നത്. ഏകദേശം ഒരു 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഒന്ന് കുത്തി നോക്കുക. എന്നിട്ട് നന്നായിട്ട് ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ അത് ബേക്കായിട്ടുണ്ടാവും. മാക്സിമം പോയിട്ടുണ്ടെങ്കിൽ ഒരു 35-40 മിനിറ്റ് വരെ വയ്ക്കാവൂ, അല്ലെങ്കിൽ അടി കരിയും. പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം ആണെങ്കിലും ഹൈ ഫ്ലെയിമിൽ ഇടാതെ മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇത് കുക്കായി കഴിയുമ്പോൾ നല്ലൊരു കളറായിരിക്കും കേട്ടോ, ഈ ഒരു കളർ ആവുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്ക് നമുക്ക് വീട്ടിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, വലിയ ആൾക്കാർക്കും ഇഷ്ടപ്പെടും. കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ബട്ടർ പേപ്പർ മാറ്റുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് നമുക്ക് തയ്യാറായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. ഇതുപോലുള്ള റെസിപ്പികൾ ലഭിക്കാനായിട്ട് ചാനലൊന്ന് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതുപോലെ വ്യത്യസ്ത വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.